Good evening, everyone. Good evening, Tirumeni. We are going to start the opening prayer for the second Zonal Sevika Sangam, UK and Europe zone. This is done digitally. Opening prayer, Very Reverend P.T. Thomas Achan. Thank you. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് സോണിന്റെ ആഭിമുഖ്യത്തിൽ ദൈവസന്നിധിയിൽ കൂടിയൊരുവാൻ അവിടുന്ന് ഒരുക്കിയ വലിയ അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് സൂം മാധ്യമത്തിലൂടെ നിന്റെ സന്നിധിയിൽ കൂടിയൊരുവാൻ നൽകിയ സാഹചര്യത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സോണൽ സേവിക സംഘത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സോണിന്റെ കീഴിലുള്ള എല്ലാ ഇടവുകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകളിലുള്ള സേവിക സംഘ ശാഖയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സോണൽ സേവിക സംഘമായി കൂടിയൊരുവാൻ നീ അവിടുന്ന് സഹായിച്ചല്ലോ. ദൈവമായ കർത്താവെ, സേവിക സംഘത്തെ അവിടുത്തെ വലിയ ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം ആദ്യം ലഭിച്ചത് സ്ത്രീകൾക്കാണല്ലോ. ആ സുവിശേഷം ഇന്നുവരെയും സേവികാ സംഘത്തിലൂടെ നിർവഹിപ്പാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സുവിശേഷ ദർശനമുള്ളവരായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് ഞങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിർവഹിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സേവികാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ അവിടുന്ന് ആശീർവദിക്കണമേ. അതിലൂടെ ഞങ്ങളുടെ ഇടവകകൾ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ സോൺ അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീയമായി വളരുവാൻ ഇടയാക്കണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യവസാനം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവകൃപ അനുഭവിപ്പാൻ നീ അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ വചനത്തിലൂടെ നിന്റെ വചനം ശരിയായി ശ്രവിപ്പാൻ, അതനുസരിപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി വിനിയോഗിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ നിന്നോട് യാചിക്കുന്നു. കർത്താവെ, സേവികാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ സോണിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയിലൂടെ ലഭിക്കുന്ന നല്ല നേതൃത്വങ്ങൾക്കായിട്ടും നിർദ്ദേശങ്ങൾക്കായിട്ടും ആലോചനകൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സോണിന്റെ ഔദ്യോഗിക ചുമതലക്കാർക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ കൂടിയൊരുവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹകരമാക്കി തീർക്കണമേ. നിന്റെ നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവേ, ഈ സോണിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഓർത്ത് സ്തോത്രം. കുടുംബങ്ങളായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ നീ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും ഇന്ന് കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. And thank you, Achan. Listen to the word read by Mrs. Anita Titus. Anita Titus Bible reading, Psalms 24. 24 സങ്കീർത്തനം, Psalms 24. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷക ദൈവത്തോടെ നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവൻ അന്വേഷിക്കുന്നവരുടെ തലമുറ,
യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. Here ends today's reading. Inviting President of Zonal Sevika Sangam for the welcome address, Reverend Jacob K.A. ദൈവത്തിനെ സ്തോത്രം. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദിയ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ തിരുമേനി, ഈ മീറ്റിംഗിന് മുഖ്യ സന്ദേശം നൽകുന്ന റവറൻ മാത്യു ജോണച്ചൻ, ബഹുമാനമുള്ള വേരി റവറൻ പി ടി തോമസ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ മനോജ് ഇടുകളെ അച്ഛൻ, റവറൻ ഡോക്ടർ പി ജി ജോർജ് അച്ഛൻ, സേവിയ സംഘം സൗത്ത് സെൻട്രൽ പ്രസിഡന്റ് റവറൻ കെ കെ കുരുവിളെ അച്ഛൻ, ബഹുമാനമുള്ള അച്ഛന്മാരെ, സോണൽ സേവിയ സംഘം ചുമതലക്കാർ, സേവിയ സംഘ അംഗങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. UK യൂറോപ്പ് സോൺ ഔദ്യോഗികമായി രൂപീകരിച്ചതിന് ശേഷം സോണൽ സേവിയ സംഘത്തിന്റെ ആദ്യത്തെ വൺ ഡേ കോൺഫറൻസ് കഴിഞ്ഞ വർഷം ജൂൺ 29-ന് ഡബ്ലിൻ നസ്രേത്ത് മാർത്തോമാ പള്ളിയിൽ വെച്ച് വളരെ അനുഗ്രഹീതമായി ക്രമീകരിപ്പാൻ തക്കോണം ദൈവം സഹായിച്ചു. കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിന്റെ പങ്കാളിത്തം കണ്ടപ്പോൾ കമ്മിറ്റി കൂടി ഈ വർഷം ഏതെങ്കിലും കോൺഫറൻസ് സെന്റർ തന്നെ എടുത്ത് കോൺഫറൻസ് നടത്തുവാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂടിവരവുകളൊന്നും സാധ്യമല്ലല്ലോ. എന്നാൽ സോണൽ കമ്മിറ്റി കൂടിയപ്പോൾ ഈ വർഷം കോൺഫറൻസ് വേണ്ട എന്ന് തീരുമാനിച്ചതല്ല, മറിച്ച് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഒരു ഓൺലൈൻ കോൺഫറൻസ് എങ്കിലും നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ആ വിവരം തിരുമേനി അറിയിക്കുകയും ചെയ്തപ്പോൾ തിരുമേനി അതിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഈ വർഷത്തെ കോൺഫറൻസ് തീം ഇൻ ക്രൈസ്റ്റ് അലോൺ, മൈ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. COVID-19 ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുമെന്ന് ശാസ്ത്ര ലോകം പറയുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ ക്രിസ്തുവല്ലാതെ മറ്റൊരിടമില്ല എന്ന് ഈ കോൺഫറൻസിലൂടെ നമ്മൾ പറയുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിനെ അധ്യക്ഷത വഹിക്കുകയും UK യൂറോപ്പ് സോണൽ സേവിയ സംഘത്തിന്റെ വളർച്ചയ്ക്ക് ശ്രദ്ധേയമായ പ്രോത്സാഹനവും ആലോചനയും നൽകുന്ന അഭിവന്ദ്യ തിരുമേനിയെ വളരെ ആദരപൂർവ്വം ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കോൺഫറൻസിന് മുഖ്യ സന്ദേശം നൽകുന്ന ബഹുമാനമുള്ള മാത്യു ജോണച്ചൻ, മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ റാന്നി കീക്കുഴൂർ സ്വദേശിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചതുള്ള സന്തോഷം അറിയിക്കട്ടെ. വളരെ ആദരപൂർവ്വം പ്രിയപ്പെട്ട അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഭദ്രാസന സെക്രട്ടറി ബഹുമാനമുള്ള മനോജ് ഇടുക്കളെ അച്ഛൻ നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള വികാരി ജനറൽ വെരി റവറൻ പി ടി തോമസ് അച്ഛൻ, റവറൻ ഡോക്ടർ പി ജി ജോർജ് അച്ഛൻ, സോണിലെ എല്ലാ ബഹുമാനമുള്ള അച്ഛന്മാരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. സോണൽ സേവിയ സംഘത്തിന് പ്രിയപ്പെട്ട അച്ഛന്മാരിൽ നിന്ന് ലഭിക്കുന്ന ശുശ്രൂഷകൾ വളരെയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ആദരപൂർവ്വം ബഹുമാനമുള്ള അച്ഛന്മാരെ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോണൽ സേവിയ സംഘ ചുമതലക്കാർ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സേവിയ സംഘ അംഗങ്ങളെ, ഈ നാളുകളിൽ ഫ്രണ്ട് ലൈനിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും ശുശ്രൂഷയെ ദൈവം മാനിക്കുകയും ദേശത്തിന് വേഗം സൗഖ്യം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തെ നമ്മൾ പ്രത്യാശയോടുകൂടി അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യും. വി വിൽ നോട്ട് ബി ഷേക്കൻ.
God is our strength. He is our rock, redeemer and savior. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Let us all welcome Right Reverend Dr. Isaac Mar Philoxenos Episcopa for the inaugural address, our diocesan bishop. Welcome Right Reverend Dr. Isaac Mar Philoxenos Episcopa. സ്നേഹമുള്ള അച്ഛന്മാരെ, സേവിക സംഘ അംഗങ്ങളെ, ഈ സൂം മീറ്റിംഗിൽ പങ്കുചേരുന്നതായ സംബന്ധിക്കുന്നതായ വിശ്വാസികളെ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇവിടെ UK യൂറോപ്പ് സോൺ രൂപീകൃതമായതിനു ശേഷം സോണൽ പ്രവർത്തനങ്ങൾ, ഓരോ സംഘടനകൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ ഇന്ന് COVID-19 പാൻഡമിക് അതിൻ്റെ കെടുതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻ-പേഴ്സൺ കോൺഫറൻസ് സാധ്യമാകാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. UK യൂറോപ്പ് സോൺ ഫാമിലി കോൺഫറൻസ്, സോണൽ യൂത്ത് കോൺഫറൻസ്, ഇതെല്ലാം ക്രമീകൃതമായിട്ട് നടത്തുവാൻ പ്ലാൻ ചെയ്തിരുന്നു. അതെല്ലാം മാറ്റിവെച്ച സാഹചര്യമാണ്. സേവിക സംഘ കോൺഫറൻസും അതുപോലെ തന്നെ ഒരു കോൺഫറൻസ് സെന്റർ എടുത്ത് അവിടെ നടത്തണമെന്നുള്ള താല്പര്യമാണല്ലോ അച്ഛനിവിടെ ഓർപ്പിച്ചത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിലെ അത് സാധ്യമാകാതെ വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവം ഓരോ മുഖാന്തരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് കൂടി വന്ന് കോൺഫറൻസ് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു കോൺഫറൻസ് എന്ന രീതിയിൽ ചേർന്ന് വരുവാൻ, കാണുവാൻ, കേൾക്കുവാൻ ഒരവസരം നമുക്ക് ലഭ്യമാകുന്നു. പ്രത്യേകിച്ച് ഈ നൂതന മാധ്യമ ആ ഒരു സാധ്യത ഇത് കൂടുതലായി പ്രയോജനപ്പെടുത്തി അനുഗ്രഹകരമായി അർത്ഥവത്തായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് നാം ചേർന്ന് വരുമ്പോൾ പ്രഥമ സഭയെ സംബന്ധിച്ച് ഒരു നിർണായക ഘട്ടത്തിലാണ് നാം. വലിയ മെത്രാപ്പോലീത്ത തിരുമേനി 103-ാം വയസ്സിലേക്ക് പ്രവേശിച്ച് ക്ഷീണാവസ്ഥയിലും ധൈര്യത്തോടുകൂടെ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം. മെത്രാപ്പോലീത്ത തിരുമേനി 90-ാം വയസ്സിലേക്ക് പ്രവേശിച്ച് പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ തന്നെയും സഭയെ സധൈര്യം നയിക്കുന്നതായ ഒരു സാഹചര്യം. നാളെ സഭയ്ക്ക് പുതുതായിട്ട് ഒരു സഭകൻ മെത്രാപ്പോലീത്ത, നമ്മുടെ മുൻ ഭദ്രാസന എപ്പിസ്കോപ്പ ഡോക്ടർ തിയോഡോഷ്യസ് തിരുമേനി നിയോഗിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം മാർത്തോമാ സഭയെ സംബന്ധിച്ച് സഭാ നേതൃത്വം, വിശ്വാസ സമൂഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ളതായ സമർപ്പണം, അവരുടെ സേവനം എല്ലാം വളരെ അഭിമാനത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനം, അതോടൊപ്പം തന്നെ UK യൂറോപ്പ് സോൺ, അതിൻ്റെ വളർച്ച, പ്രത്യേകിച്ച് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ എത്ര അനുഗ്രഹകരമായിട്ട് കഴിഞ്ഞ നാളുകളിൽ നയിപ്പാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്ന സന്ദർഭമാണ്.
ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും ഒരു പ്രവാസി സമൂഹം, ഒരു ഡയസ്പൊറ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ആയിരിക്കുന്ന രംഗങ്ങളിൽ അർത്ഥവത്തായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി മുന്നോട്ട് പോകുവാൻ തുറന്നും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാത്യു ജോണച്ചന് ഈ സൂം മീറ്റിംഗിൽ നമ്മോടൊപ്പം സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളതായ ദൈവവചനം നൽകുന്നു. സന്നദ്ധ സുവിശേഷ സംഘം അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അനുഗ്രഹകരമായിട്ട് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഇന്ന് ഈ UK യൂറോപ്പ് സോൺ ഈ സേവിക സംഘ കോൺഫറൻസിൽ അച്ഛൻ സംബന്ധിക്കുന്നതും ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ്. ജേക്കബ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ശ്രീ വർഗീസ്, മറ്റ് ഷോൺ തോമസ് തുടങ്ങിയ സേവിക സംഘ പ്രമുഖർ ഈ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി ജനറൽ PT തോമസ് അച്ഛൻ ആവശ്യമായിട്ടുള്ളതായ നിർദ്ദേശങ്ങളൊക്കെ നൽകി UK യൂറോപ്പ് സോണിനെ ധന്യമാക്കുന്നു. അച്ഛൻ്റെയും മറ്റച്ഛന്മാരുടെയും എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ഇവിടെ ഓർപ്പിച്ചതുപോലെ സേവികാ സംഘത്തിൻ്റെ റോൾ സഭയുടെ വളർച്ചയിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എത്രമാത്രം സഹായകരമാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ UK യൂറോപ്പ് സോണൽ സേവികാ സംഘം എന്ന നിലയിൽ വളരെ ക്രമീകൃതമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയായി തീരുന്നു. എല്ലാ ഇടവകളും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അനേകർ രോഗബാധിതരായിട്ട് ഈ ഭയാനകമായിട്ടുള്ളതായ ഒരു സാഹചര്യത്തിൽ മഹാമാരി അതിൻ്റെ പിടിയിലൊക്കെ അമർന്ന് പോകുമ്പോൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ളതായ പരിചരണം നൽകുവാൻ, സേവനം നൽകുവാനൊക്കെ സാധ്യമായി തീരുന്നു. അതുകൊണ്ട് ഭവനത്തിലായാലും ഇടവകയിലായാലും സമൂഹത്തിലായാലും അർത്ഥവത്തായിട്ട് അനുഗ്രഹകരമായിട്ട് സുരക്ഷ വഹിപ്പാൻ നമ്മുടെ സേവികാ സംഘ അംഗങ്ങൾക്ക് സാധ്യമായി തീരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതായ ജീവിതമാണ് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കോൺഫറൻസിന്റെ തീം ഇൻ ക്രൈസ്റ്റ് എലോൺ മൈ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് പ്രത്യാശയോടെ ജീവിതത്തെ എങ്ങനെ നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വെരി ഫൗണ്ടേഷൻ ഓഫ് അവർ ലൈഫ് ആൻഡ് ഇൻ ക്രൈസ്റ്റ് വി ലിവ്. ഇത് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു ചിന്തയാണ്, നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. യേശുവിലാണ് ഞാൻ ആയിരിക്കുന്നത്, എൻ്റെ ജീവിതം ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിനോട് കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ആ ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കുന്നുള്ള ബോധം എനിക്ക് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലനെ പലപ്പോഴും ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതായ ആ ഒരു ചിന്ത ധാരാളമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. I live in Christ, I move in Christ, and I have my whole being in Christ. ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. ആ ക്രിസ്തുവിനോടുകൂടെയാണ് എൻ്റെ ജീവിതം എന്നുള്ളതായ ആ ഒരു ചിന്ത എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷ വാഹകരായിട്ട് ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നു. ഇത് നമ്മുടെ സേവന പാതയിലായാലും ശുശ്രൂഷ രംഗങ്ങളിലായാലും എല്ലാം നാം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ക്രിസ്തുവിൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹകരമായിട്ട് കാത്തുസൂക്ഷിപ്പാൻ, അനേകർക്ക് അനുഗ്രഹകരമായി തീരുവാൻ ദൈവം ഇടയാക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ആയിരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നുള്ള എൻ്റെ ജീവിതം ഒരു വിശ്വാസ ജീവിത യാത്രയായിട്ട് ഞാൻ കാണേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ഓരോ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലും
ക്രിസ്തുവിനുള്ളതായ വിശ്വാസം അത് കൂടുതൽ എൻ്റെ ജീവിതത്തെ ധന്യമാക്കേണ്ട ഒരു അനുഭവമാണ്. ഒരു ജീവിതയാത്ര ക്രിസ്തുവിനോട് കൂടെ ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ബോധം എനിക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഇസ് എ റെസ്പോൺസ് ടു ദ ഡിവൈൻ ഗ്രേസ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് എന്ന് പലപ്പോഴും പറയും. It's a response to the divine grace that we received. കർത്താവ് കാട്ടിയതായ മാർഗങ്ങൾ, ദൈവം നൽകിയതായ ദാനങ്ങൾ, ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ, അതിന്റെ മധ്യത്തിൽ ദൈവമേ നീ എത്ര വലിയവൻ എന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ളതായ സന്നദ്ധത നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ ഇത് സാധ്യമായി തീരുന്നത് ക്രിസ്തുവുമായിട്ടുള്ളതായ ഒരു ആളത്തെ ബന്ധത്തിലാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. സോ അവർ ഫെയ്ത്ത് നീഡ്സ് ടു ബി എൻറിച്ച്ഡ് on the basis of our personal relationship with Jesus Christ. കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം, ആളത്തെ ബന്ധം, അത് എത്ര ആഴത്തിലാണ് എന്ന് ചിന്തിക്കുകയും ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുകയും ചെയ്യുക. ഇതിന്ന് ആവശ്യമാണ്. വിവിധങ്ങളായിട്ടുള്ളതായ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നതായ മനുഷ്യൻ, ധാരാളം സ്വാധീനങ്ങൾ നമ്മെ ഉലയ്ക്കുന്നതായ സാഹചര്യങ്ങൾ, പക്ഷേ ആരോഗ്യവും നമ്മുടെ പ്രവർത്തനവും എല്ലാം തന്നെ വിഷമകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവിടെയെല്ലാം കർത്താവുമായിട്ടുള്ള എൻ്റെ ആളത്തെ ബന്ധം ഒരിക്കലും അതിനൊരു തടസ്സമുണ്ടാകുവാൻ ഇടയായി തീരരുത്. ഇത് എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും നാം മനസ്സിലാക്കണം. കർഷകയാകട്ടെ, പട്ടിണിയാകട്ടെ, ഉപദ്രവമാകട്ടെ, ആപത്താകട്ടെ, വാളാകട്ടെ, ഏത് സാഹചര്യം വന്നാലും ക്രിസ്തുയേശുവിനുള്ളതായ എൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ഇത് നിലനിർത്തുവാൻ നമുക്കിടയായി തീരണം. ഇതാണ് വിശ്വാസ സ്ഥിരത എന്ന് പറയുന്നത്. Of course, in a world of anxiety and fear, where can we look to? Where there is uncertainty to remain, where will be the answer? ഇത് ചോദിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ എന്നുള്ളതായ ചോദ്യവും നമ്മുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. നാളെയിലേക്ക് നോക്കി എന്താണ് നാളെ എന്ന് ചിന്തിക്കുന്നതായ മനുഷ്യരാണ്. ഇവിടെയാണ് പ്രത്യാശയോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുക നമ്മുടെ ജീവിത ലക്ഷ്യമായി നാം കാണേണ്ടത്. ക്രിസ്തുവിലെ പ്രത്യാശയുള്ളവരായി നാളെ നയിക്കുന്നതായ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധം നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മുടെ ഭയത്തെ അകറ്റും, ആശങ്കയെ ഇല്ലാതെയാക്കും. നാളെ നോക്കിക്കൊണ്ട് അതെ ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ് ജീവിതത്തെ നയിപ്പാൻ നമുക്കിടയായി തീരും. Hope matters, and hope for the future, yes, it is in Christ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് God in Christ always help us to move forward. And who is the fortress, and in whom we trust, and who will be our guide? ഈ ഒരു ബോധം എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കടന്നു പോകാതെ, വീണു പോകാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരുക. നാളെ എന്ത് എന്നുള്ള ചോദ്യം, നാളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നുള്ളതായ ചോദ്യം നമ്മുടെ മുൻപിൽ ധാരാളം ഉയരുമ്പോൾ അതെ നാളെ പ്രത്യാശയുടെ അനുഭവത്തിൽ നിലനിർത്തുന്നതായി ദൈവം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണാൽ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. ഇത് ആദിമ പിതാക്കന്മാർ പറഞ്ഞതാണ്. പക്ഷേ 1893 തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി കാലം ചെയ്തതായ സാഹചര്യത്തില് ഈ സഭ എന്ത്, എങ്ങനെ എന്നുള്ളതായ ചോദ്യം, എങ്ങോട്ട് എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ പ്രാർത്ഥനയില് അതെ
മോശ മരിച്ചപ്പോൾ യോശുവ ഉണ്ടായിരുന്നു, ഇന്ന് ഞങ്ങൾക്കാര് എന്നുള്ളതായ ഒരു ചോദ്യം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോവൂര് വികാരി ജനറൽ കത്തനാർ അന്ന് പ്രാർത്ഥിച്ചു നിർത്തിയത് ഇതാണ്: നാളെ എന്ത് നിങ്ങൾ അറിയുന്നില്ല, എങ്കിലും വിശ്വാസത്തിന്റെ കണ്ണാൽ ഞങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്തെന്ന്. നാളെ എന്താണ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് വിശ്വാസത്തിന്റെ കണ്ണാൽ കാണുന്നതായ ജീവിത അനുഭവമാണ് നമ്മുടെ ജീവിതം എന്ന് ഓർക്കുക. ഇന്നുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യെസ്, അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, our hope in Christ, and we journey in Christ alone. ഈ ഒരു ബോധം നമ്മെ നിലനിർത്തിക്കൊണ്ട് നാളെയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സേവികാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു വർഷവും തുടർന്നുള്ള നാളുകളിലും അനുഗ്രഹകരമായിട്ട് നയിക്കുവാൻ ദൈവത്തിന് ഇടയാക്കട്ടെ. UK യൂറോപ്പ് സോൺ ഓരോ സാഹചര്യങ്ങളിലും കർത്താവിന്റെ സാക്ഷികളായിട്ട് അനുഗ്രഹകരമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, beloved Tirumeni, for the thought-provoking message about the divine presence to place our faith and hope in Christ. 1 Thessalonians 5:16-18. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. Let us bow our heads in prayer, as this is the time for intercessory prayer led by Reverend Saju Chako Achan. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിലാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നേതായിപ്പോൾ നിൻ പാദത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിജ പ്രാപിക്കൂ. പ്രേമഹീതത്തെ നീ കാട്ടുക, കർത്താവേ നിജ പ്രാപിക്കൂ. പ്രേമഹീതത്തെ നീ കാട്ടുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. ഹൃദയനുറുക്കത്തോടും തകർന്ന മനസ്സോടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് കൃപ ചെയ്തല്ലോ. നാം ഇപ്പോൾ കേട്ടതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ വ്യക്തിപരമായ ബന്ധം കർത്താവുമായി എപ്രകാരമാണ് നമ്മുടെ വിശ്വാസ തോണി ആടി ഉലഞ്ഞ് തകർന്നു പോകാതെ തോണിയെ ശാന്തമാക്കുവാൻ കഴിയുന്നവൻ, അവനോടുള്ള നമ്മുടെ ബന്ധം, ആളത്വ ബന്ധം എപ്രകാരമാണ് എന്ന് ധ്യാനിക്കുവാൻ നമുക്കിടയായല്ലോ. വലിയൊരു പ്രതിസന്ധിയിലൂടെ നാം കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ജീവിച്ചിട്ടുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഇന്ന് ലോകം കടന്നു പോവുകയാണ്. എന്നാൽ സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായവൻ നമ്മളോടൊപ്പമുണ്ട്. പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ തകർന്നു പോകാതെ അവനിൽ വിശ്വാസവും ആശ്രയവും പ്രത്യാശയും പ്രതീക്ഷയും കണ്ടെത്തുവാൻ തിരുവചനവും പ്രാർത്ഥനകളും നമ്മെ ബലപ്പെടുത്തുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം പറയാം. നമ്മുടെ പ്രത്യേകമായ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ലോക രാജ്യങ്ങൾ
ലോകം മുഴുവൻ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നല്ലോ. COVID-19 ഈ വ്യാധിയാൽ ഭാരപ്പെടുന്ന ലോകരാജ്യങ്ങളെ രൂപാന്തരത്തിന്റെയും സൗഖ്യത്തിന്റേതുമായ അനുഭവം ദൈവമേ ഈ നാളുകളിൽ ലോകം മുഴുവൻ നിറയുവാൻ തക്കവണ്ണം ദൈവമേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ജീവിക്കുന്ന ദേശം, രാജ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിത്യമായ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ ലോക ജനത, നമ്മുടെ ഇന്ത്യ ജനത, കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കടന്നു പോകുമ്പോൾ നിത്യമായ സമാധാനവും സൗഖ്യവും ശാന്തിയും നൽകുവാൻ ദൈവമേ അവിടുന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടതായ ക്രമീകരണങ്ങളെ, സൗഖ്യ സാഹചര്യങ്ങളെ ദൈവം തമ്പുരാനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഈ COVID-19 രോഗത്തിന് അടിമപ്പെട്ടവർ, വെന്റിലേറ്ററിലായി കഴിയുന്നവർ, ഇപ്പോഴും രോഗത്തിന്റെ വലിയ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നവർ, അവരുടെയൊക്കെ പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ പരിചയത്തിലുള്ളവർ, നമ്മുടെ സഭാംഗങ്ങൾ, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തവർ, അങ്ങനെ അനേകര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ദുഃഖത്തിൽ കഴിയുന്നവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, അവരുടെ കണ്ണുനീരുകളെ ദൈവമേ തുടച്ച് നിത്യമായ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഫ്രണ്ട് ലൈനിലൊക്കെ സർവീസ് ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. ഡോക്ടേഴ്സ്, നഴ്സസ്, കീ വർക്കേഴ്സ്, നമ്മളൊക്കെ സുരക്ഷിതമായും സൗകര്യത്തോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും അവരുടെ ബലത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മുടെ സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ നമ്മെ കരുതുവാൻ, ക്ഷീണിച്ചു പോകുമെന്ന് തോന്നുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, തിരുവചനത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കായി, ശുശ്രൂഷകൾക്കായി, ഇടവകകൾക്കായി, കൂട്ടായ്മകൾക്കായി ദൈവത്തിന് സ്തോത്രം പറയാം. പ്രത്യേകമായി നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളിൽ, ബലഹീനതകളിൽ ബലം പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളെ പ്രഭാതത്തിൽ നടത്തപ്പെടുന്നതായ തിയോഡോഷ്യസ് തിരുമേനിയുടെ സുഫ്രഗൻ ഇൻസ്റ്റലേഷൻ സർവീസ് ഏറ്റവും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ, നേതൃത്വം നൽകുവാൻ, ധന്യമായ ശുശ്രൂഷയായി തീരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിയും വലിയ നിയോഗ ശുശ്രൂഷയിൽ ഒരുക്കപ്പെടുന്ന തിയോഡോഷ്യസ് തിരുമേനിയും ക്രമീകരണങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇവിടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ലഭ്യമായ എല്ലാ നേതൃത്വങ്ങൾക്കായി, ശുശ്രൂഷകൾക്കായി, ഇന്നും നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അഭിമന്യ ഫിലിക്സ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നൽകുന്ന നേതൃത്വം, ശുശ്രൂഷകൾ എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തിരുമേനിയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ സേവികാ സംഘത്തിന്റെ സോണൽ മീറ്റിംഗിൽ മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയപ്പെട്ട മാത്യു ജോണസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹീതമായ നമ്മുടെ ഹൃദയങ്ങളോട്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുവാൻ, സംഭാഷിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുന്ന, വേദനയുളവാക്കുന്ന, അസ്വസ്ഥതയുളവാക്കുന്ന വചനത്തെ സ്വീകരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ചില ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിനപ്പുറമായി ഞങ്ങളുടെ വ്യക്തിപരമായി ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ രൂപാന്തരപ്പെടുത്തുന്ന, പുതുക്കുന്ന, വെല്ലുവിളിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മയൊക്കെ നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സോണിനെ ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട അന്നമ്മ രാജൻ പ്രാർത്ഥിക്കും.
സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഉച്ചകഴിഞ്ഞ വേളയില് ദൈവമേ, സോണൽ സേവികാ സംഘമായിട്ട് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരാൻ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവമേ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ബഹുമാനപ്പെട്ട അച്ഛൻ തൃക്കരങ്ങളില് കർത്താവെ പറഞ്ഞ എല്ലാ പ്രയർ റിക്വസ്റ്റിനെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതിനാലും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദൈവമേ. പ്രത്യേകിച്ച് ലോക രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. COVID-19 മുഖാന്തരം ദൈവമേ, രോഗികളുടെ കർത്താവെ നിരക്കുകൾ കൂടിയും കുറഞ്ഞും ഒക്കെ കർത്താവെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകളില് എന്റെ ദൈവമേ, അവിടുന്ന് ലോകത്തോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ കേട്ട് അവരുടെ നിലവിളി കർത്താവെ, ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ കണ്ട് അവരുടെ നിലവിളി കേട്ട് കർത്താവെ അവർക്ക് കർത്താവ് വിടുതലിനെ കൊടുത്ത് ദൈവമേ, ഇന്നും ജീവിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ദേശത്തോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് സ്വർഗത്തിലെ ദൈവം കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എന്റെ കർത്താവെ, ദൈവമേ, പ്രത്യേകിച്ച് COVID-19 ആയിട്ടും അല്ലാതെയും കർത്താവെ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. വേർപാടിപ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുള്ളതാക്കുന്നെന്നാല് സ്വർഗീയ സമാധാനവും ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരവും അതിന്റെ പ്രിയപ്പെട്ട മക്കളോട് കൂടെ ഇരുന്നവരെയൊക്കെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ സമയത്ത് കർത്താവെ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാട്ടിലും ഒക്കെയുമായിട്ട് കർത്താവെ, ലോകത്തെങ്ങും കർത്താവെയുള്ള എല്ലാ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെയും അവിടുത്തെ തൃപ്പാദം സമർപ്പിക്കുന്ന പിച്ച ഏറ്റെടുത്തിരിക്കുന്ന ജോലി വിശ്വസ്തയോട് ചെയ്യുവാന് കർത്താവെ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാന് ദൈവം ഓരോരുത്തരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. പ്രത്യേകിച്ചും രോഗികളായിരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവെ. ദൈവമേ, ഇപ്പോഴും രോഗത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. എന്റെ ദൈവമേ, അവിടുന്ന് രോഗികൾക്കുമായിരുന്നു രോഗിക്ക് പോയി തന്നെ രോഗം നീക്കുന്ന മരുന്ന് നീ ആകയാല് എന്റെ കർത്താവെ പൂർണ്ണമായും കർത്താവിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു നാഥാ. ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പോലീത്ത തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ശരീര അസ്വസ്ഥതകളൊക്കെ തൃപ്പാദം സമർപ്പിക്കുന്നു ദൈവമേ. വാർദ്ധക്യത്തിലും ബലക്ഷയിക്കുമ്പോഴും കർത്താവിന്റെ ഉള്ളം കരുതൽ വഹിക്കുന്ന ദൈവമാകയാല് അവിടുത്തെ അമിത ബലത്തിൽ അവരെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ശുശ്രൂഷകളെ എല്ലാം കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണേ. ആദ്യോടെ അന്ത അവിടുത്തെ കൃപയും പരിപാലനവും ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ദൈവമേ, കർത്താവെ, അല്പസമയം അവിടുത്തെ പാതപടി അടിയങ്ങൾ ഇരിക്കട്ടെ. ഇന്ന് വചനം ഞങ്ങൾക്ക് വിവാഹിച്ചു തരുന്ന പ്രിയ അച്ഛനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ നിറവില് നിന്റെ മകനെ അവിടെ നിർത്തിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങൾക്ക് ഏവർക്കും കർത്താവ് 30 100 മേനിയായി കർത്താവെ അത് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവമേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന വന്നുപോയ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയോടും കൃപയോടും കേൾക്കണേ പിതാവേ. ആമേൻ. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവും ഇല്ലെനിക്ക്. ആഴിയും പൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായരികിലുണ്ട്. ആഴിയും പൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായരികിലുണ്ട്. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളോട് കൂടെയുള്ള കർത്താവേ, തിരുസന്നിധിയിൽ സമർപ്പിച്ച സകല വിഷയങ്ങളെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം തമ്പുരാൻ ജീവിക്കുന്നതിനാൽ ഞങ്ങളും ജീവിക്കുന്നു എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമേ. ക്ഷീണിച്ചു പോകാവുന്ന അനുഭവങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാവുന്ന അനുഭവങ്ങളിൽ തളർന്നു പോകാതെ ഞങ്ങളെ അവിടുന്ന് മുമ്പോട്ട് നയിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണം കർത്താവേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ തിരുമേനിക്കായി, ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാർക്കായി, ഞങ്ങളുടെ ഈ സോണിനായി, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ ദുരസ്ഥരായി കഴിയുന്നവർ, വാർദ്ധക്യത്തിന്റെ ക്ഷീണതയിലായിരിക്കുന്നവർ, അവരെയും അവിടുന്ന് ബലപ്പെടുത്തി സൗഖ്യപ്പെടുത്തി നിന്റെ കൃപയിൽ കാത്തുകൊള്ളണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Saju Achan and Anamarajan, for the intercessory prayer. Now I'm going to present brief report of the Zonal Sevika
Sangam activities. His Grace, Right Reverend Dr. Isaac Mar Philoxenos Episcopa, Very Reverend P.T. Thomas, Reverend Dr. P.G. George, all urchins of the UK Europe Zone and Sisters in Christ. Praising God for today, that we have been able to join on this digital media for a Sevika Sangam conference. Last year, when we held the first zonal conference, we were thinking of hosting a get-together with interactions, but unfortunately, we were not able to do so. But we did not lose heart. We have been able to host the second zonal conference through the digital media, thanking God for all these opportunities. We are alive only by the divine grace and mercy, and we will together serve our Lord. Hope we all agree that we are indeed blessed as Zonal Suvishesha Sevika Sangam to be able to work for our Lord in the UK and Europe zone. This is a part that the Lord has given us. It is under the kind and able leadership of our beloved Tirumeni as Diocesan Bishop that we are able to grow and serve in this zone. Beloved Tirumeni, we thank you for your keen interest to guide us in the growth of our zonal Sevika Sangam. And we pray to keep you safe in his arms as your grace has tirelessly dedicated your time and efforts to lead us in prayers and provide guidance, especially during this pandemic 2020. Sevika Sangam has been well led by our zonal president, Reverend Jacob K.A., and by our South Zone Sevika Sangam president, Reverend K.K. Kurvilla. Thank you, Achans, for your time and dedication and all your efforts. I'm taking this opportunity to thank because our beloved Achans of each UK Europe parishes for their wholehearted support for the functioning of Sevika Sangam programs in their own parishes and in the zone. On behalf of Sevika Sangam Central Committee, I appreciate the great effort of the Parish Sevika Sangam secretaries, office bearers, and all the Sevika Sangam members for their valuable suggestions, prayers, and support at all times. Now, speaking about the Sevika Sangam activities that we do day to day, in the year 2019, by God's grace, we were able to hold 3 conferences. The first Zonal Sevika Sangam annual conference was hosted by Nazareth Marthoma Church in Dublin on the 29th of June 2019. Expressing thanks to the main speaker, Reverend V.G. Verghese Eapen, and the theme was Christian Woman, a Missionary. We saw an enthusiastic participation in the Bible quiz during this conference. The South Zone held a conference in St. John's Marthoma Church with the theme Trajectory in Christianity. Many thanks to our beloved speaker, Mrs. Annie Koshi Kochama, for being the main speaker for the conference. And we had another enthusiastic singing competition on song 382, Ende Tholere from Christia Kirtanam. The North Zonal meeting of the Sevika Sangam was held in All Saints Marthoma Church in Peterborough. Now moving on to our zonal project, dialysis machine project. We all had undertaken one project since 2018 and 2019, but unfortunately, we have been not able to complete the project. Since we are few in numbers, we were only able to contribute a little bit of amount. We need 6 lakhs Indian rupees for this dialysis machine, as I understand. We were only able to raise nearly less than 3,000 pounds, which is not even half of what we need. So I will encourage everyone to generously move towards this project, and this year, with God's grace and good leadership, we will be able to achieve this target of buying 1 dialysis machine for Kerala, India. Now, this is the second year that Zonal Sevika Sangam had a Lent meditation.
Last year, we did one Lent meditation, which was prepared by our own Sevika Sangam members, and it has been done as a PDF project. This year again, all the Sevika Sangam members came together from all the parishes, and we were able to do it in spite of all the difficulties which we overcame during this COVID-19. This year was particularly tough because we were all working in difficult scenarios, every day dealing with death. And this pandemic was at the same time of Lent and the Holy Passion Week. In spite of that, we were able to complete it, and we are on the project of making it as a PDF. Prayers. Sevika Sangam holds regular chain prayer and fasting prayers on every alternate Friday. We pray daily for all the frontline services. Great interest is seen by all parish in the UK and Europe zone to participate in this chain prayer. Friday prayer starts at 5:30 and finishes by 12 midnight. Thanking each Sevika Sangam members for your diligence, as we have been able to have the joy of being part of great testimonies in this part of the world. I sincerely extend my gratitude to all the vicars of each parish in this zone for your kind efforts in leading these chain prayers. Without your help, it would not have been possible. As we continue to pray for ourselves and others around us, and those who are known to us, and most important, to pass this light of hope for our next generation, as Sirmeni reminded us, yes, we need to pray. When they see us pray, our youngsters will do the same. Come calamities in life, we will not be shaken, but we have crossed the stormy sea and sailed through in faith. And by faith alone, we will win our future generation to remain strong and learn not to be anxious. They will learn how to cast all their worries on his shoulders, for he has divine grace. He has promised, and he is mighty to carry us through this every worldly distress that befalls us each day of our life. Let me share a short testimony from a frontline registered nurse who was protected by our prayers. This is the story of many of us Sevika Sangam members. They are nurses, doctors, working as engineers, as in transport, every realm of life. Psalms 91, 2 and 3 says, I will say of the Lord, he is my refuge and my fortress, my God, in whom I trust. Surely he will save you from the fowler's snare and from the deadly pestilence. I thank the Lord Almighty for keeping us safe and protected thus far, especially while I work in the infection control ward. This is from the testimony, the nurse who wrote the testimony. Over the past months of my life, I have seen things I have never experienced in my life as a nurse. So many patients struggle for just one breath and clinging to hold on to life in the hospital. Behind the scenes, there were medical staffs, doctors, nurses, who mourned for the departed souls, in spite of putting up a bold face in front of the patients under their care. It taught us that no earthly things matter, but only his divine presence kept us moving forward daily for the new day. This is also my story. I had to travel every day on public transport, but God was with me, and I am here today to deliver this report. It taught us that no earthly things matter. His divine presence keep us moving forward daily for the new day. As a zonal Sevika Sangam, we prayed for many families from our own parish and brothers and sisters from the whole zone, Christians and non-Christians. They approached us when they knew that we were in prayer. We saw real miracles in our lifetime. Many were in critical conditions. I'm not naming anyone, but there are many who are known to us, who are amongst us. Thank God for his kindness and mercy that we did not lose many of us. But we joined together as a zonal Sevika Sangam. We prayed continuously. They all have recovered well, and we have seen YouTube videos of them being discharged home. And I thank you all for them,
on their behalf. Many of our youth are young doctors and nurses, and they work in this field, and they were able to witness God's glory and protection without even knowing they had COVID positive. They have all been protected by God. Thanking all the Sevika Sangam mothers for the divine protection by your prayers. Now, let us look forward to listen to the melodious song, Thangum Karangal. Thangum
Thank you, Simi, for the melodious song. May I welcome Reverend Matthew John, General Secretary, Mar Thoma Voluntary Evangelist Association, to deliver the message for today. Theme, In Christ Alone, My Faith and Hope. Welcome, Achan. Junior Dr. Isaac Mar Felix Trimeni, Brigadier General, Very Reverend P.T. Thomas Achan, Vidyasana Secretary Manoj Itukala Achan, Dr. P.G. George Achan, Zonal President K. Jacob Achan, K.K. Kurule Achan, Zonal Secretary Mrs. Shibi Varghese, മറ്റ് വൈദികരെ, വിശ്വാസ സമൂഹമേ, സേവികാ സംഘ അംഗങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ സമയത്ത് ഡിജിറ്റൽ മീഡിയയിലൂടെ ദൈവവചനം പങ്കിടുന്നതിന് എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അഭിവന്യ തിരുമേനിയോട്, സോണൽ പ്രസിഡന്റ് ചുമതലക്കാരോടുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് UK യൂറോപ്പ് ഡയസിസിൽ നിന്ന് 2 രജിസ്ട്രേഷൻ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്മാർ ഉത്സാഹിച്ചാൽ കുറച്ചുകൂടെ രജിസ്ട്രേഷൻ ലഭിക്കും. സംഘത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും കരുതുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. Human life is a life of complexities. സങ്കീർണതകളുടെ നടുവിലെ മനുഷ്യ ജീവിതം. ലോകം ഒരു മഹാമാരിയുടെ നടുവിലാണ്. രോഗികളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചു വരുന്നു. 1,25,00,000 ആളുകൾ രോഗികളാണ്. മരണനിരക്ക് ഏകദേശം 5 ലക്ഷത്തോളം അടുക്കുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ ജീവിതങ്ങൾ, പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുന്നതിനോ ഒരു ചുംബനം നൽകുന്നതിനോ സാധിക്കാതെ പോയ ഒരുപാട് ആളുകൾ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ച് എത്തുന്ന പ്രവാസികൾ, തിരിച്ചെത്തുമ്പോൾ വീടിന്റെ പടിവാതിൽ അടഞ്ഞ് അവരെ തള്ളിക്കളയുന്ന സഹോദരങ്ങൾ, തൊഴിൽ രഹിതരായി തീരുന്ന യുവ തലമുറ, ദേവാലയങ്ങളും സ്കൂളുകളും അടഞ്ഞ് കിടക്കുന്നു. മനുഷ്യന്റെ നിസ്സഹായത, നിലവിളിക്കുന്ന മനുഷ്യൻ ഭരണകൂടത്തിലേക്ക്, ഭരണാധികാരികളിലേക്ക് ശ്രദ്ധിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ശാസ്ത്ര ലോകം കൈമലർത്തുന്നു, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല. ആത്മീയരായ ആളുകൾ പറയുന്നു, ഇത് ദൈവത്തോട് ചെയ്ത പാപമാണ്, മറുതലിപ്പിന്റെ ഫലമാണ്. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു, പ്രകൃതിയോട് കാണിച്ച ക്രൂരതയുടെ പരിണിത ഫലമാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് പ്ലേഗ്, മസൂരി, സ്പാനിഷ് ഫ്ലൂ എത്രയധികം ജീവനെ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. പട്ടിണി, രോഗം, ദാരിദ്ര്യം എന്നിവയിലൂടെ കടന്നുപോയ ഒരു ജനസമൂഹത്തിന്റെ കരച്ചിൽ അന്ന് ലോകം ശ്രദ്ധിച്ചുവോ എന്ന് സംശയിക്കുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച ഒരു തലമുറ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്കൊരു ധൈര്യം നൽകുന്നത് ആണ്. ഒരു കാര്യം ഈ സമയത്ത് ഓർപ്പിക്കട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ അഹന്തകളുടെ മേൽ, ആഡംബരത്തിന്റെ മേൽ
ഒരു പ്രഹരം ഏൽപ്പിച്ചതാണ് എന്ന് തോന്നിപ്പോകും. പടക്കോപ്പുകൾ വാങ്ങുവാൻ കോടികൾ ചെലവഴിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ, പക്ഷേ ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പരാജയപ്പെടുന്നു. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കേരളത്തിലെ ഒരു എഴുത്തുകാരൻ എഴുതി, എന്തേ ജീവിതം ഇങ്ങനെ? ഉത്തരം കണ്ടെത്തുവാനായിട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് സോണൽ സെബിക സംഘത്തിന്റെ തീം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ഇൻ ക്രൈസ്റ്റ് അലോൺ മൈ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. സങ്കീർണതകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വായിച്ചത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം ദ ബുക്ക് ഓഫ് ബിഗിനിങ് എന്നാണ് വേദപുസ്തക ചിന്തകരെ പറയുന്നത്. ഈ പുസ്തകത്തിൽ നമുക്ക് പല കാര്യങ്ങൾ വായിക്കാൻ സാധിക്കുന്നു. ദ സ്റ്റോറി ഓഫ് ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ ചരിത്രം. 2, മനുഷ്യന്റെ വീഴ്ച, ദ ഫോൾ ഓഫ് മാൻ. 3, ദ ഏജ് ഓഫ് നോവ, കലാമിറ്റീസ്. 4, തീർത്ഥാടനത്തിന്റെ കാലം, ദി ഏജ് ഓഫ് പിൽഗ്രിമേജ്. ഞാൻ വായിച്ചത് നോഹയുടെ ചരിത്രമാണ്. ഇവിടെ വായിക്കുന്നു, ഭൂമിയിൽ മല്ലന്മാർ വർദ്ധിച്ചു, മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു. പക്ഷേ അവിടെ നീതിയുള്ള ഒരു മനുഷ്യൻ, സാക്ഷ്യവും സമർപ്പണവുമുള്ള നീതിമാനായ ഒരു മനുഷ്യനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം കണ്ട മനുഷ്യനാണ് നോഹ. പക്ഷേ ആ ദുരന്തത്തിനുള്ളിൽ സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ നിസ്സഹായനായി നിൽക്കുകയല്ല, പിന്നെയോ ദൈവകൃപ അനുഭവിച്ച് ഇതിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിത പ്രതിസന്ധികളിൽ ദൈവ അനുഭവത്തോടെ ഉയർന്നു നിൽക്കുവാൻ ആർക്ക് സാധിക്കും? അത് ദൈവ അനുഭവമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. വേദപുസ്തകം യോബിനെ കുറിച്ച് പറയും. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹിതന്, നീതിമാന്, വിശ്വസ്തന് എന്നൊക്കെ പറയുന്ന യോബ് സങ്കീർണതയിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. പക്ഷെ അവിടെ പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. എല്ലാ സങ്കീർണതകളുടെയും നടുവിൽ ദൈവാനുഭവമുള്ള മനുഷ്യന് മാത്രമേ ഇത്തരത്തിൽ പറയുവാൻ സാധിക്കൂ. അതുകൊണ്ട് ചരിത്രത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം നിസ്സഹായരല്ല, നാം തകർന്നവരല്ല, പിന്നെയോ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവകൃപ അനുഭവിച്ചു. 2, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എല്ലാ സങ്കീർണതകളും അതിജീവനത്തിന്റെ വഴി തുറന്നു നൽകുന്നതാണ്. എല്ലാ സങ്കീർണതകളും അതിജീവനത്തിന്റെ വഴി തുറന്നു തരുന്നതാണ്. ഇവിടെ വായിക്കുന്നു, ഈ പ്രളയം. പക്ഷെ ഈ പ്രളയത്തിൽ ദൈവത്തിനൊരു ഉത്തരമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, പെട്ടകം പണിയുക. പെട്ടകത്തിനുള്ളിൽ നീയും നിന്റെ കുടുംബവും ജീവനുള്ള എല്ലാറ്റിനെയും പ്രവേശിപ്പിക്കണം. ജീവന്റെ സംരക്ഷണം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിജീവനത്തിന്റെ വഴി തുറന്നു തരുന്ന ദൈവ നിയോഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാനതിന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ആഷസ്. ചാരത്തിൽ നിന്ന് പുതിയതിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് സാധിക്കും. കടന്ന് അപ്പുറത്തേക്ക് പോകുവാനുള്ള വഴി തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ ശ്വാസം അവന്റെ ഉള്ളിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ടു. ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആർജിക്കുന്ന പ്രതിരോധ ശേഷിയും അതിജീവന ഊർജവുമാണ് ഏറ്റവും ആത്യന്തികമായിട്ട് ഉള്ളത്. ആൽബർട്ട് ഷെയ്സ്ലർ പറഞ്ഞു, however much concerned I was at the problem of misery in the world, I never let myself get lost in brooding over it, because I have confidence in the power of truth and of the Holy Spirit. I believe in the future of the humankind. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ മനുഷ്യന്റെ ഉള്ളിലുള്ള
ഊർജത്തെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിജീവനത്തിനുള്ള വഴി ദൈവം തുറന്നു തരും. സ്വന്തം ഭാവി നിർണയിക്കാനാവാത്ത വിധം മനുഷ്യൻ നിസ്സഹായനായിട്ടില്ല. ആ നിർണയം അയാളുടെ മാത്രം ഉത്തരവാദിത്വം അല്ല, പിന്നെ ദൈവത്തിന്റെ കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് പഠിപ്പിക്കും. എല്ലാ തകർച്ചകളുടെയും നടുവിൽ ദൈവം അതിജീവനത്തിന്റെ വഴി തുറന്നു തരുന്നവൻ ആണ്. പഴയ നിയമ ചരിത്രത്തിൽ രൂത്തിന്റെ പുസ്തകം നമുക്ക് വളരെ ഹൃദ്യമായ ചില പാഠങ്ങൾ രൂത്തിന്റെ പുസ്തകം നൽകുന്നു. വീണ്ടെടുപ്പിന്റെ ചില വേറിട്ട ദർശനങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുറന്തള്ളപ്പെട്ട, ചതയ്ക്കപ്പെട്ട മോവാബിയ സ്ത്രീ. ദൈവിക പദ്ധതിയിൽ വീണ്ടെടുപ്പിന്റെ അജണ്ട അവളാണ് നിർണയിക്കുന്നത്. സകലതും കൈപ്പായി തീരുന്ന ഒരു വ്യവസ്ഥിതിയിൽ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ രോഗവും നഷ്ടവും മരണവും പട്ടിണിയും യാഥാർത്ഥ്യമായി തീർന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം അവളെ വഴി നടത്തും. ദൈവകൃപയുടെ കരുതലിൽ അവൾ മുന്നോട്ട് പോവുകയാണ്. അവളെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു ബോവസിനെ ഒരുക്കി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. ദൈവം അതിജീവനത്തിനുള്ള വഴി തുറന്നു തരുന്നവനാണ്. നമുക്കറിയാം, യേശു കർത്താവിന്റെ ജീവിതം, മരണം, ഉയർപ്പ്, ശിഷ്യന്മാർ അതിന്റെ ഒക്കെ പങ്കാളികളാണ്. പക്ഷേ യേശു മരിച്ചതിനു ശേഷം ശിഷ്യന്മാർ പിന്മാറിപ്പോവുകയാണ്. മുറിക്കുള്ളിൽ നിരാശപ്പെട്ട് തകർന്ന ഒരു ജീവിതവുമായി പോകുമ്പോൾ കർത്താവ് മുറിക്കുള്ളിൽ പ്രവേശിച്ച് സമാധാനം ആശംസിക്കുന്നു, മുറിപ്പാടുകളെ കാണിക്കുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു, അവർക്ക് ഊർജം പകരുന്നു. അവർ ഗലീലായിലെ അരികുകളിലേക്ക് പോയി ദൈവത്തിന്റെ വചനം പങ്കിടുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, യെരുശലേമിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുന്ന ശിഷ്യന്മാർ, അവര് എമ്മൗസിലേക്ക് പോവുകയാണ്. അവരുടെ യാത്രയിൽ ഒത്തിരി സംശയങ്ങളുണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് അവർക്ക് പുതിയ ഊർജം നൽകി യെരുശലേമിൽ തന്നെ പാർക്കുവാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ വലിയ പ്രതിസന്ധിയിൽ അതിജീവനത്തിനുള്ള വഴി ഈ ചാരത്തിൽ നിന്നും മനോഹരമായ പൂക്കളെയും ചിത്രശലഭങ്ങളെയും സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നാം വിശ്വസിക്കുന്നുണ്ട്. മൂന്നാമത് ആ വേദഭാഗത്ത് നാം കാണുന്നത്, നോഹയോട് ദൈവം പറയുകയാണ്, നീ ജീവന്റെ പേടകം പണിയുക. 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നീ ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കുക. എന്നിട്ട് പറയുകയാണ്, ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള സകലത്തെയും പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിക്കണം. നീയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ പ്രവേശിക്കണം. എല്ലാത്തരം പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ എല്ലാ ഇഴജാതികളിൽ നിന്നും ഈരണ്ട് ജീവനോടെ സൂക്ഷിക്കപ്പെടേണ്ടതിന് പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിക്കണം. മോശയും കുടുംബം രക്ഷപ്പെടുന്നതിനല്ല, നോഹയും കുടുംബവും രക്ഷപ്പെടുന്നതിനല്ല. നോഹയോട് പറഞ്ഞു, നീ ലോകത്തോട് പറയണം പ്രളയമുണ്ടാകും. ആരും ശ്രദ്ധിച്ചില്ല. നോഹ വെറും ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് കരുതി ആളുകൾ അത് ഉൾക്കൊണ്ടില്ല. പക്ഷേ നോഹയോട് പറയാണ്, നീയും നിന്റെ കുടുംബവും ജീവനുള്ള ഈരണ്ട് ഈ പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ജീവന്റെ പേടക നിർമ്മിതി ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ വീടിന്റെ നിർമ്മിതി വളരെ ശ്രദ്ധേയമാണ്. അവിടെ വായിക്കുന്നു, ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനും പെട്ടകത്തിന് സാധിച്ചത് എന്ത്? അവിടെ വായിക്കുന്നു, നോഹ യാഗപീഠം പണിതു. ഇസ്രയേൽ ജനതയുടെ വളർച്ചയുടെ മുൻപിൽ യാഗപീഠത്തിന്റെ നിർമ്മിതി വളരെ ശ്രദ്ധേയമാണ്. ഇസഹാക്കിനെ കുറിച്ച് പറയുന്നവൻ വർദ്ധിച്ചു ധനവാനായി. കാരണം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. യാഗപീഠം പ്രാർത്ഥനയുടേതാണ്. യാഗപീഠം ദൈവ അനുഭവത്തിൻ്റെത് ആകും. യാക്കോബ് എല്ലാവരെയും ചതിച്ചവനാണ്, ഉപായിയാണ്. പക്ഷേ അവന്റെ തകർച്ചയിൽ അവൻ യാഗപീഠം പണിത് ദൈവത്തെ നേരിൽ കാണുന്നു എന്ന് നമ്മെ പഠിപ്പിക്കും. ആദിമ സഭയുടെ ആരംഭം വളർച്ച എല്ലാറ്റിലും ഭവനങ്ങളിലുള്ള ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായി. മാളിക മുറിയിൽ ഒരുമനപ്പെട്ട് കൂടി വന്ന വിശ്വാസ സമൂഹം, അവിടെ കൂട്ടായ്മയുടെ പിറവിയുണ്ടായി.
പരസ്പര താങ്ങലിന്റെയും കരുതലിന്റെയും അടയാളമാണ്. അതുകൊണ്ട് ഭവനം, പെട്ടകം പണിയുക എന്ന് പറയുമ്പോൾ നിന്റെ ഭവനം പണിയുക. ആ ഭവനത്തിൽ യാഗപീഠം ഉണ്ടാകണം. ആ ഭവനത്തിൽ പരസ്പരം ആശ്രയം ഉണ്ടാകണം. ആ ഭവനത്തിൽ സ്നേഹം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കും. ഒരു കാലത്ത് നമ്മുടെ ഭവനങ്ങൾ ഹൗസ് ചർച്ച് ആയിരുന്നു. സ്ത്രീ പുരുഷ ബന്ധം, മാതാപിതാക്കൾ, മക്കൾ, ഇവര് തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വളരെ പ്രത്യേകതയുള്ളത് ആയിരുന്നു. ആ ഭവനത്തിൽ ഒരു വലിയ ആരാധനയുണ്ടായിരുന്നു, അവിടെ ഒരു കരുതലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അത് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളോട് പറയുന്നത് വീട്ടിൽ ആരാധന നടത്തുക. ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ആരാധന നടത്തുക. നമ്മളൊക്കെ ഓൺലൈൻ കുർബാനകൾ കാണുന്നുണ്ട്. പക്ഷേ പല ആളുകളും കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാതെ ഇട്ട വസ്ത്രം അതേ രൂപത്തിലിട്ട് ആരാധനയിൽ പങ്കുചേരും. ഇതൊരു കർമ്മമായിട്ട് മാറുകയാണോ, അതോ നമ്മുടെ വീടുകൾ യഥാർത്ഥ ആരാധന ഇടങ്ങളായിട്ട് മാറുന്നുണ്ട്? ആപത്തിൽ കൂടെ നിൽക്കുന്ന ഇച്ഛാശക്തിയുടെ സാധാരണ മനുഷ്യരെ പണിയുന്ന ഇടങ്ങളാണ് നമ്മുടെ ഭവനങ്ങൾ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആരാധന, കുടുംബത്തിലെ, ഭവനത്തിലെ ആരാധന, അത് വളരെ ശക്തമായി മാറണം. വിശ്വാസത്തിന്റെ രൂപീകരണം നമ്മുടെ തലമുറയ്ക്ക് പങ്കിടുവാനായിട്ട് ഈ ആരാധന ഉപകരിക്കണം. ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 4 മാസമായി ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച പരസ്യ ആരാധന നടന്നു. മധ്യസ്ഥ പ്രാർത്ഥന, പ്രസംഗം ഒരു ദിവസം അദ്ദേഹം ചെയ്യും, പിറ്റേ ആഴ്ച അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്യും, കുഞ്ഞുങ്ങൾ. അതിനുശേഷം എന്നോട് പറഞ്ഞു, 3-ാമത്തെ മാസത്തിൽ ഞങ്ങളുടെ ജന്മദിനം, സ്തോത്രകാഴ്ച, മറ്റ് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മാറ്റിവെച്ചത് എല്ലാം കൊണ്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് ആണ്. ഇത് എത്ര വീടുകളിൽ ഉണ്ട്? ക്രിസ്തീയ ആരാധന ഭവനത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പങ്കിടലിന്റെയും വിശ്വാസ രൂപീകരണത്തിന്റെയും ഉറവകളായി നമ്മുടെ ഭവനങ്ങൾ മാറും. അവസാനമായിട്ട് നോഹ പെട്ടകം പണിതു, നോഹ യാഗപീഠം പണിതു. ഇതിനെ എല്ലാം ഒരുമിച്ച് 40 ദിവസം സംരക്ഷിച്ചു. എന്നാൽ അവസാനമായിട്ട് നാം വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രളയം അവസാനിച്ചു. നോഹയെ വിളിച്ചു, ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇനിയും പ്രളയം കൊണ്ട് ഞാൻ ലോകത്തെ നശിപ്പിക്കുകയില്ല. അതിന്റെ അടയാളപ്പെടുത്തലായി മഴവില്ല് ദർശനം നൽകുകയാണ്. റെയിൻബോ സൈറ്റ്, എ ന്യൂ ലിവിംഗ് മെമ്മറി, ദാറ്റ് ഈസ് റെയിൻബോ സൈറ്റ്. പ്രളയശേഷം നോഹയ്ക്ക് നൽകിയ, തലമുറയ്ക്ക് നൽകിയ അടയാളം എന്തെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യാശയുടെ ദർശനമാണ്. മഴവില്ല് പല നിറങ്ങളുള്ളതാണ്, വ്യത്യസ്തതയാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ അത് ഒരുമിച്ച് ചേർന്ന് പ്രത്യാശയും മനോഹാരിതയും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മഴവില്ലിന്റെ ദർശനം നോഹയ്ക്ക് നൽകുക എന്ന് പറയുമ്പോൾ പ്രത്യാശയുടെ ദർശനം നൽകുകയാണ് ചെയ്യുന്നത്. എന്ത് എന്ന് ചോദിച്ചാൽ, തകർന്നതിനെ പണിയുവാൻ, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ, തളർന്നതിനെ തളിർപ്പിക്കുവാൻ ദൈവം ഉണ്ട് എന്ന പ്രത്യാശ ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ വിശ്വാസ ജീവിതം ഇത്തരത്തിലുള്ള പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിരാശപ്പെടുന്ന ആളുകൾ നമ്മളെല്ലാവരും, ഭാവി തലമുറ ഒരുപാട് ഭാരപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ തുടർ പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെങ്കിൽ അടഞ്ഞ ഇടങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു വാതിലും ദൈവം അടയ്ക്കത്തില്ല. അടഞ്ഞതിനെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊയാമ അദ്ദേഹത്തിന്റെ 3 miles an hour for God, ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ,
നിരാശപ്പെട്ടവനെയും ഉപേക്ഷിക്കപ്പെട്ടവനെയും തള്ളപ്പെട്ടവനെയും ചേർക്കുവാൻ ദൈവം സാവധാനത്തിൽ നമ്മുടെ അടുത്തേക്ക് നടന്നു വരും. ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. ബലഹീനനെ ചേർത്ത് പിടിക്കുന്ന, നിസ്സഹായകനെ അരികിൽ അണയ്ക്കുന്ന ഒരു ദൈവം. ഇത് പ്രത്യാശയാണ്. ഈ മഴവില്ലിന്റെ ദർശനം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദുരന്തങ്ങളുടെയും മഹാമാരിയുടെയും സന്ദർഭത്തിൽ ജീവിതം പൊലിഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസ സമൂഹത്തോട് ദൈവം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നീ ഒരു സാധ്യതയാണ്, നിന്നിലൊരു സാധ്യതയുണ്ട്. ഈ മഴവില്ല് ദർശനം നൽകുന്ന പ്രത്യാശ, ഹോപ്പ്, അത് ക്രിസ്തു നമുക്ക് ഉള്ളിൽ കത്തിച്ചു തന്നിരിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? നമ്മുടെ ഉള്ളം നിറയേണ്ടത് ഭയം കൊണ്ടല്ല, പിന്നെയോ വിശ്വാസം കൊണ്ട്. നമ്മുടെ ഉള്ളം നിറയേണ്ടത് പ്രത്യാശ കൊണ്ടാണ്. കോവിഡ് സെന്ററാണ് നമ്മുടെ കൊമ്പാടിയിലെ ക്യാമ്പ് സെന്റർ. 2 മാസത്തിന് മുമ്പ് സിബി, അദ്ദേഹം ഇടയാറന്മുള ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ കോവിഡ് സെന്ററിലെ ഓഫീസറായിട്ട്, ഇതിന്റെ കോർഡിനേറ്ററായിട്ട് എന്നെ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുക. എനിക്ക് വളരെ സങ്കടമുണ്ട്. എനിക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും പ്രായമാണ്. ഞാൻ ഇവിടെ വന്ന് ഇവരെ ശുശ്രൂഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പനും അമ്മയും, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ വിദേശത്ത് നിന്ന് വന്ന 20-21 ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ സിബി ഇവരുടെ സംരക്ഷകനായിട്ട് വരും. എൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ചോദിക്കും, സിബി പേടിയുണ്ട്, ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിബി പറഞ്ഞത്, ഭയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വിശ്വാസം എനിക്കുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് ദൈവം ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. നീ ഒരു സാധ്യതയാണ്. നീ ഇത് ചെയ്തില്ല എങ്കിൽ നിന്റെ സ്ഥാനത്ത് ചെയ്യുവാൻ ആരുമില്ല. അതുകൊണ്ട് ദൈവം എനിക്കൊരു പ്രത്യാശ, ദൈവം എനിക്കൊരു ധൈര്യം തന്നു, എനിക്കൊരു വിശ്വാസം തന്നു. അതുകൊണ്ട് ഞാനിവിടെ പ്രവർത്തിക്കുന്നു, എനിക്ക് ഭയമില്ല, വിശ്വാസമാണുള്ളത് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലയിടങ്ങളിൽ പാർക്കുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഓരോ സ്ഥലത്തും, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അവരെയൊക്കെ ദൈവം ധൈര്യപ്പെടുത്തും, അവർക്കൊക്കെ പ്രത്യാശ നൽകും. മഴവില്ല് ദർശനം, നീ ഒരു സാധ്യതയാണ്, നിന്നെ തകർക്കുന്നവനല്ല ദൈവം, നീ ലോകത്തിനൊരു സാധ്യതയാണ് എന്നുള്ള ദർശനം അടയാളപ്പെടുത്തൽ നമുക്ക് ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. പല ആളുകളും പറയും, ഇനിയും പഴയതുപോലെ ഒരു കാലം ഉണ്ടാവുകയില്ല, ഭാവി ഇരുളടഞ്ഞത് ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇതും കടന്നുപോകും. എല്ലാ മരവിപ്പിനും നൊമ്പരത്തിനും അപ്പുറം ഉയർപ്പിന്റെ ഒരു വസന്തം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ഇടത്താണ് വിശ്വാസം പൂത്ത് ഉലയുന്നത്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകനായി പാർക്കുമ്പോൾ കണ്ട ദർശനം, ഏകാന്തതയിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കണ്ട ദർശനം, ഈ ലോകവും കാലവും മാറും, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. ഇതാണ് നോഹ നമുക്ക് നൽകുന്ന ദർശനം എന്ന് പറയുന്നത്. ഒരു പുതിയ മഴവിൽ ദർശനം നമുക്ക് ആവശ്യമാണ്. സേവികാ സംഘ അംഗങ്ങളെ, ഈ നോഹയെ പോലെ ഉയർന്നു നിൽക്കുവാൻ, പ്രതിസന്ധികളുടെ ഇടയിൽ ഉയർന്നു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. 2, അതിജീവനത്തിന്റെ വഴി തുറന്നു തരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യൂത്തിനെ സംരക്ഷിക്കുവാൻ ബോവസിനെ ഒരുക്കിയ ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്. 3, നമ്മുടെ കുടുംബങ്ങളെ പണിയുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരും. 4, ഒരു ഹോപ്പ്, ദൈവം നശിപ്പിക്കുന്നവനല്ല, സംരക്ഷിക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ ഭയം തരുന്നവനല്ല, നമുക്ക് വിശ്വാസം തരുന്നവനാണ്. അത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രാവശ്യത്തെ വേദപഠന സഹായി VS വർഗീസ് അച്ഛൻ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ.
God did not promise days without pain, laughter without sorrow, sun without rain. But God did promise strength for the day, comfort for tears, light for the day, strength to withstand the pain and rain. He answers the cries of his creation with the assurance of his unfailing faithfulness and with everlasting and unfathomable love. In Christ alone, my faith and hope. സാജനച്ചൻ പാടി, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു നോവും മാറാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈ പ്രളയവും ഈ മഹാമാരിയും അവസാനിക്കും. പ്രത്യാശ സമൂഹമാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം. എന്നെ ഇതിന് ക്ഷണിച്ച എല്ലാവരോടും, അഭിമന്യ തിരുമേനിയോടുള്ള സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള എല്ലാ ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Kindly unmute. ഷേർലി വർഗീസ് ആൻറ്റി പ്രാർത്ഥിച്ചാണ്. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ യൂറോപ്പ് സോണിന്റെ സേവികാ സംഘത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വിശേഷാൽ കർത്താവേ, വചന ശുശ്രൂഷ പറഞ്ഞ മാത്യു ജോൺ അച്ഛനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അച്ഛനിൽ കൂടി കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നോഹയെ പോലെ കർത്താവെ, ഉറച്ച വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രയാസമേറിയ കാലഘട്ടത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായി ചെയ്യുവാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, പ്രത്യാശയോടുകൂടിയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ സമയത്ത് കർത്താവെ, UK യൂറോപ്പ് സോണിന്റെ സേവികാ സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് തരുന്ന നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, സെൻട്രൽ സേവികാ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുകയാകുന്നു കർത്താവെ. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും കർത്താവെ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിൽ കൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീക നേതൃത്വങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വലിയ മെത്രാപ്പോലിത്ത തിരുമേനി, വിവിധ ഭദ്രാസന ചുമതലയുള്ള എല്ലാ എപ്പിസ്കോപ്പമാരെ ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ. കർത്താവെ, മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിയോഡോഷ്യസ് തിരുമേനിയുടെ കർത്താവെ, നാളെ നടക്കുന്ന ഇൻസ്റ്റലേഷൻ സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവെ, ശുശ്രൂഷയൊക്കെയും ഭംഗിയായി നടപ്പാൻ കർത്താവെ, നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയുടെ ഈ പ്രയാസമേറിയ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ ആത്മീക നേതൃത്വങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. UK യൂറോപ്പ് സോണിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇടവകങ്ങളായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടവകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവെ, നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീക നേതൃത്വത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ പട്ടക്കാരെയും കർത്താവെ, കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷാൽ ഈ ഡയോസിസിന്റെ ചുമതല വഹിക്കുന്ന പീലക്സിനോസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുമേനിയിൽ കൂടെ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക നേതൃത്വത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും നീ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവരൊക്കെയും കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ച് പ്രത്യാശയുള്ള ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, മറ്റുള്ളവരെ കരുതുവാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സെവിയാസംഗമായിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. വീണ്ടും അനേകർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കരുതുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടെ ഇടയാക്കണമേ. തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷകന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. Thank you, Shirley. My request is Grace to enlighten us with a concluding message. Tirumeni. Yeah. Thank you. Once again, I'm very happy to see all of you and listen from Matthew, John, and to know that the Savior Sangham, the Savior of Zone, is functioning well. I appreciate all those who are taking keen interest, especially the regional level and the zonal level, to make the Savior Sangham programs more meaningful. Thank God for God's divine blessings that we receive. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഷോർട്ട് ടൈം ഒരുമിച്ച് ചേർന്ന് വരുവാൻ നമുക്കിടയായി തീർന്നു. ദൈവത്തിന് നന്ദി കരയറ്റാം. ഓർപ്പിച്ചതുപോലെ we need to be firm, to stand in doing things according to God's will for God's glory and for the betterment of humanity. ഇതെല്ലാം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Our firm faith and our commitment, how far it will help in keeping the life moving and making our life more meaningful. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക ബോധത്തിൽ നിലനിന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് God will show a way and God will always guide us and help us to move forward. This is our faith and this is our hope. And we always believe that God's divine guidance will be with us to move forward in faith. ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ പുതിയ ബോധത്തില് ജീവിപ്പാൻ ഇടയായി തീരണം, പ്രവർത്തിപ്പാൻ ഇടയായി തീരണം. How far I can be an instrument in the hands of God in fulfilling God's vision. And that is a question that we need to ask at this time. Every Sevika Sangham member need to ask, what is my role and how I can be a responsible instrument in the hands of God for changing the life of God. Of course, ഈ കോവിഡ് കാലയളവില് വിവിധങ്ങളായ വിഷമ സാഹചര്യത്തിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങളെ കാക്കണമേ, പരിപാലിക്കണമേ എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. ദൈവത്തോടൊത്ത് അനുഗ്രഹകരമായി ജീവിപ്പാൻ തുടർന്നും ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും CBA സംഘത്തിന് വീണ്ടും നേരുന്നു. പ്രത്യേകിച്ച് മാത്യു യോണച്ചനോടുള്ളതായ സന്തോഷം അറിയിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, Tirumeni. Vote of thanks, Mrs. Lali Abraham, Vice President of the Zonal Sevika Sangham. ഏറ്റവും ബഹുമാനമുള്ള അഭിവന്യ ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ UK യൂറോപ്പ് സോൺ സുവിശേഷ സേവിക സംഘത്തിന്
90 മിനിറ്റ്സ് കോൺഫറൻസ് നടത്തുവാൻ സാധ്യമായ ദൈവകൃപയെ ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് ആദ്യമായാണ് ഒരു ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി ഈ റീജിയനിൽ സേവികാ സംഘം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കോൺഫറൻസിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തന്ന തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിനായി, സഹകരണത്തിനായി, നേതൃത്വത്തിനായി UK യൂറോപ്പ് സോൺ സുവിശേഷ സേവികാ സംഘത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. സങ്കീർണതയുടെയും അസുരക്ഷിതത്വത്തിന്റെയും നടുവിൽ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ ഒരു വിശ്വാസ സമൂഹത്തിന് വിശ്വാസവും പ്രത്യാശയും ദർശനവും ദൈവത്തോടൊപ്പം എപ്രകാരം ഉൾക്കൊള്ളണം, ആരാധനയുടെ അന്തരീക്ഷം ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഹ്വാനം തന്ന മലങ്കര മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു ജോൺ അച്ഛനോടുള്ള നന്ദിയും ആദരവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന UK യൂറോപ്പ് സോൺ വൈസ് പ്രസിഡന്റ് വെരി റവറൻഡ് PT തോമസ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി മനോജ് ഇടുക്കുള അച്ഛൻ, റവറൻഡ് ഡോക്ടർ PG ജോർജ് അച്ഛൻ, സുവിശേഷ സേവികാ സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന KK കുരുവിള അച്ഛൻ, K ജേക്കബ് അച്ഛൻ, ഈ റീജിയനിലുള്ള മറ്റെല്ലാ അച്ഛന്മാരോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സാജു ചാക്കോ അച്ഛൻ, പ്രാർത്ഥനയിൽ പാഠം വായനയിൽ പങ്കെടുത്തവർ, അതിമനോഹരമായ പാട്ടുപാടിയ സിമി ഷോൺ തോമസ്, സോണൽ ഓഫീസ് ബേസ് എന്നിവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മൈ സ്പെഷ്യൽ താങ്ക്സ് ടു എബിൻ വർഗീസ്, സിജ വർഗീസ്, അശ്വിൻ വർഗീസ് for making the necessary arrangements to hold this meeting online. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, UKയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഓരോ സേവികാ സംഘം അംഗങ്ങളും കുടുംബത്തിലും പ്രവർത്തന മേഖലയിലും സമൂഹത്തിലും കൂടുതൽ സാധ്യതയും വിശ്വാസവും പ്രത്യാശയും ഉള്ളവരാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Closing prayer, Reverend KK Kurulachan. പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സോണൽ സേവികാ സംഘമായിട്ട് ഇന്ന് ചേർന്ന് വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവജനത്തിലൂടെ നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഈ സങ്കീർണമായ ജീവിത സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ജീവന്റെ നാഥനായ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് എന്നതായ സാധ്യതകൾ ദൈവതിരുനാമത്തിന്റെ മഹത്വത്തിനും അനേകരുടെ നന്മയ്ക്കുമായിട്ട് വിനിയോഗിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വചനം ശുശ്രൂഷിച്ചതായ മാത്യു ജോണച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് ലഭിച്ച ജീവന്റെ സമർത്ഥമായ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ അഭിവന്ദ്യ ഫിലിക്സിനോസ് തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ നല്ല നേതൃത്വത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വന്യ വൈദികർക്കായിട്ട് സ്തുതിക്കുന്നു. സേവികാസംഘത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, COVID-19 കാലഘട്ടത്തില് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുള്ള ഞങ്ങളുടെ എല്ലാ സേവനിമാർക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നിച്ച് കുടിയൊരുപാടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. മിശിഹാമൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ മേലും എല്ലാ ജീവിതങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. Thank you, Tirumeni. Thank you, everyone, for staying. Thank you, all Achans. Thank you, Achans. Thank you, Tirumeni.
Yeah, it was good to see all of you, many of you, your faces. And yeah, Thank you, Tirumeni. may God bless. May God bless. Thank you. Thank you, Bhattiyoda. Yeah. Thank you, Tirumeni. Yeah, Thank you very much, Tirumeni. Tirumenicho, hello. ഹലോ സുഖമായിരിക്കുന്നു താങ്ക് യു അച്ഛാ. Okay.